ഇന്ന് പെയ്ത മൊത്തം മഴയുടെ കണക്ക് നമുക്ക് ഈ മാപ്പിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ തൊടുപുഴയിൽ 212 മില്ലിമീറ്ററാണ് മഴ രേഖപ്പെടുത്തിയത്. കോട്ടയത്ത് 133 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. കോന്നിയിൽ 140, ചേർത്തലയിൽ 97, പെരുമ്പാവൂർ 88, ചാലക്കുടി 70. മധ്യകേരളത്തിലേക്ക് എറണാകുളത്തേക്ക് വരുമ്പോൾ അത്ര മഴ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും മഴ കൂടുന്നു. കരിപ്പൂർ വിമാനത്താവളം 158, ഒറ്റപ്പാലം 110, വയനാട് 107 മില്ലിമീറ്റർ, കോഴിക്കോട് 69, കണ്ണൂർ 41, കാസർഗോഡ് 42.6. ഇത് ഇനി രാത്രിയാകുമ്പോൾ ഒരുപക്ഷെ വടക്കൻ കേരളത്തിലേക്ക് ഈ മഴ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഏറ്റവും കൂടുതൽ മഴ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിലാണ് കണ്ടത്. എന്താ നോക്കൂ, ഇന്ന് 2 റഡാർ ചിത്രങ്ങൾ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇന്ന് ഉച്ചയ്ക്കുള്ള റഡാർ ചിത്രവും അതിനുശേഷമുള്ള റഡാർ ചിത്രവും മഴമേഘങ്ങൾ കൂമ്പാരമേഘങ്ങൾ പോലെ മഴമേഘങ്ങൾ വന്നു നിൽക്കുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ കൂമ്പാര മേഘങ്ങളാണോ എന്ന കാര്യത്തിൽ വിദഗ്ധർക്ക് രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ ഈ മഴമേഘങ്ങളുടെ പ്രത്യേകത മഴമേഘങ്ങളുടെ ആഴം പതിവിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. 12 കിലോമീറ്റർ വരെ വീതിയുള്ള അല്ലെങ്കിൽ നീളമുള്ള ആഴമുള്ള മഴമേഘങ്ങളാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വെള്ളം ഈ മഴമേഘങ്ങൾ സംഭരിച്ചിരിക്കുന്നു. നേരത്തെ അതാണ് ആൻറ്റോ വെഗഷൻ പറഞ്ഞത്, ഒരു തുള്ളിക്കൊരു കുടം എന്ന മട്ടിലാണ് ഇപ്പോൾ ഇന്നത്തെ മഴ പെയ്തത്. കുറച്ച് സമയമേ പെയ്യുന്നുള്ളൂ എന്നുള്ളെങ്കിൽ പോലും കൂടുതൽ വെള്ളം വരുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ മഴമേഘങ്ങൾ ഇതിനകത്തെ ആ നീലനിറം സൂചിപ്പിക്കുന്നത് തന്നെ അതിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ വളരെ ആഴമേറിയ മഴമേഘങ്ങളാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം. ഇത് അങ്ങ് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് മഴമേഘങ്ങൾ കുറവാണ്. എന്നാൽ മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും മഴമേഘങ്ങൾ കൂടുതലാണെന്ന് കാണാം. ഇത് വൈകുന്നേരമാകുമ്പോഴേക്കും കുറച്ചുകൂടി മഴമേഘങ്ങൾ രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇത് വൈകുന്നേരം നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പുള്ള റഡാർ ചിത്രമാണ്. ആ റഡാർ ചിത്രപ്രകാരം ഇതുപോലെ തന്നെ ഏകദേശം തിരുവനന്തപുരത്തും ചെറിയ മഴമേഘങ്ങളുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള മഴ ഇപ്പോൾ ഈ മഴമേഘങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ കൊല്ലം മുതൽ അഥവാ ഹരിപ്പാട്, തിരുവല്ല, പത്തനംതിട്ട മുതൽ അങ്ങോട്ട് എറണാകുളത്തടക്കം എറണാകുളത്ത് വലിയ മഴമേഘങ്ങൾ എറണാകുളത്തിന് മുകളിലുണ്ട്. വടക്കൻ കേരളത്തിലും ഇത് കാണാൻ സാധിക്കും. കണ്ണൂർ വരെ മഴമേഘങ്ങളുടെ സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പറയുന്നത് ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. മധു, ഈ ഇന്നത്തെ രാത്രി നമുക്കൊന്ന് കഴിഞ്ഞു കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡാമുകളിൽ വെള്ളമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസമായ ഒരു കാര്യം. പക്ഷേ പുഴകളെല്ലാം ഇപ്പോൾ നിറകമിഞ്ഞ് ഒഴുകുകയാണ്. ഇനി പെയ്യുന്ന മഴ സ്വാഭാവികമായും പുഴ കടന്നു വരാനുള്ള സാധ്യതയുണ്ടാവും. അത് വലിയ രീതിയിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യം സൃഷ്ടിക്കും. 6:18 ഈ റഡാർ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ മഴമേഘങ്ങൾ ഇവിടെ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഏകദേശം പത്തനംതിട്ട മുതൽ കണ്ണൂർ വരെയുള്ള മേഖലകളിൽ, കാസർഗോഡ് പക്ഷേ കാണുന്നില്ല, കണ്ണൂർ വരെയുള്ള സ്ഥലത്തേക്ക് മഴമേഘങ്ങളുണ്ട്. ഇതിന് പുറത്ത് അറബിക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് കയറുമ്പോൾ യെല്ലോ അലേർട്ട് ആയിരുന്നത് ഓറഞ്ച് അലേർട്ടായിട്ട് മാറിയത് ഈ റഡാർ ചിത്രത്തിൻ്റെ കൂടി സ്വാധീനം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നമ്മൾ കരുതിയിരിക്കണം. Meet the editors.